പുരുഷ കമ്മീഷനുള്ള വാദം എത്രത്തോളം ശരിയാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെപ്പോലുള്ളവർക്ക് ഒരു വേദിയാണ് പുരുഷ കമ്മീഷൻ വരുന്നത്. നിങ്ങൾക്ക് പറയാൻ ഒരു സ്ഥലമില്ല. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അവിടെ സംസാരിച്ച് അതിലൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള ഒരു വേദിയാണ് പുരുഷ കമ്മീഷൻ. അടുത്ത് തന്നെ അത് പ്രാബല്യത്തിൽ വരും. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഗുണം ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. അതിനോട് ശക്തമായി നിങ്ങളുടെ കൂടെ സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. കാരണം ഇപ്പോൾ ഒരുപാട് സ്ത്രീകൾ നിങ്ങളുടെ ഒപ്പം തന്നെയാണ്, പുരുഷന്മാരുടെ ഒപ്പം. കാരണം സ്ത്രീകൾ ചെയ്യുന്ന കുറേ തെറ്റുകളുണ്ട്. 20% സ്ത്രീകൾ ഇപ്പോൾ ഇത് മാത്രം ചൂഷണം ചെയ്തുകൊണ്ട് ജീവിക്കുന്നുണ്ട്. അതിനെതിരെ ഞങ്ങൾ ശക്തമായിട്ട് നിങ്ങളോട് തന്നെ നിൽക്കും. പുരുഷ കമ്മീഷൻ വരണം. നിങ്ങൾക്ക് എല്ലാവർക്കും അതൊരു വലിയൊരു വേദിയായിരിക്കും. എന്ത് കാര്യം തുറന്ന് പറയാനും നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാനും പുരുഷ കമ്മീഷൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അതുപോലെ എല്ലാം എന്താണോ നിങ്ങൾക്കില്ലാത്ത സപ്പോർട്ട് ആർക്കാ? നിങ്ങൾ ഈ തരുന്ന സപ്പോർട്ട് കൊണ്ടാണ് പ്രിയങ്ക എന്ന ആള് ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പറഞ്ഞാൽ ചേച്ചി പറഞ്ഞത് ശരിയാണെന്ന് പറയാൻ കാരണം നിങ്ങളല്ലാതെ. അപ്പൊ നിങ്ങൾക്കല്ലാതെ പിന്നെ ആർക്കാ സപ്പോർട്ട് ഉണ്ടാവുക? പുരുഷന്മാർക്ക് പ്രത്യേകിച്ച് സപ്പോർട്ട് ഉണ്ടാവും. അങ്ങനെ നിങ്ങൾ അങ്ങനെ അങ്ങനെ ചെയ്യാൻ പാടില്ല. തെറ്റ് ചെയ്തൊരു ശിക്ഷിച്ചോട്ടെ. തെറ്റ് ചെയ്യാത്ത പുരുഷന്മാർ ക്രൂശിക്കപ്പെടുന്നുണ്ട്. ഫോട്ടോ കാണിച്ചിട്ടാണെങ്കിലും രണ്ടുപേരെയും കാണിക്കരുതെന്നേ. കേസ് തീരുന്നവർ രണ്ടുപേരും മുഖം കാണിക്കരുത്. ഒരാളുടെ മാത്രം എന്താ കാണിക്കുന്നത്? രണ്ടുപേരും തുല്യ തെറ്റല്ലേ ചെയ്തിട്ടുള്ളത്. അതിനാണ് ഞങ്ങൾ വാദിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് പുരുഷ കമ്മീഷൻ തന്നെ. നിങ്ങൾക്ക് വേണ്ടി പുരുഷ കമ്മീഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങളുണ്ട്. പറയാനൊരു വേദി, സഹായിക്കാനുള്ള കാര്യങ്ങളുണ്ടാവും. എല്ലാ കാര്യങ്ങളും മുന്നിലുള്ളതുകൊണ്ട് പുരുഷ കമ്മീഷൻ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണല്ലോ. ഇപ്പൊ പിഷാരടി ഉൾപ്പെടെയുള്ളവർ സ്ഥാനാർത്ഥികളാവും, അതിനുള്ളൊരു ഞാൻ എല്ലാവരും നിൽക്കട്ടെ, കഴിവുള്ളവർ നിന്ന് ജയിക്കട്ടെ. ജയിച്ചിട്ട് ജനങ്ങൾക്ക് നല്ലത് ചെയ്തു കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞത് നിൽക്കുന്ന ആൾക്കാരെല്ലാം ഒരു ജയിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പുറകോട്ട് പോവാതെ നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അവർ നിൽക്കണം. അതാണ്. അത് സിനിമയിൽ നിന്നല്ല, ഏത് മേഖലയിൽ നിന്നായാലും അതല്ലേ വേണ്ടത്. മത്സരിച്ച പ്രചാരണത്തിന് വിളിച്ച ഞാൻ പറയട്ടെ, നമ്മളൊക്കെ കലാകാരന്മാർ, നമ്മുടെയൊക്കെ സുഹൃത്തുക്കളാ. പാർട്ടി നോക്കാതെ ആര് വിളിച്ചാലും എല്ലാ പ്രചാരണത്തിനും ഞാൻ ഉണ്ടാവും. കാരണം നിങ്ങളെല്ലാവരും കൂടെ, നിങ്ങൾ ആര് വിളിച്ചാലും ഞാൻ വരും. ഓക്കെ.